എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ്. നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ പവർ ബട്ടൺ പെട്ടെന്ന് കേടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഫോണിൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടാണ് ഫോൺ ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുന്നത്. ഇത് പലപ്പോഴായി കഴിയുമ്പോഴത്തേലും നമ്മുടെ ഫോണിൻ്റെ പവർ ബട്ടൺ കേടാകുകയും നമുക്ക് പിന്നെ അത് ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്ത് നമ്മുടെ ഫോണിൻ്റെ പവർ ബട്ടൺ നന്നാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇത് നമ്മളുടെ ഫോണിൻ്റെ സെക്യൂരിറ്റിയെ ബാധിക്കും. അതുമാത്രമല്ല നമ്മുടെ പ്രൈവസിയെയും ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കുന്നത്. നമ്മുടെ ഫോണിൽ തന്നെ അതിനുള്ള ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു യൂട്യൂബ് ചാനലായ സിംഗർ ഷാജി മാത്യു എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഡബിൾ ടാപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഓണാകുകയും ഡബിൾ ടാപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഓഫ് ആകുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഫോണിൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോൺ ഓണാക്കുകയോ ഓഫാക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. വെറും ഡബിൾ ടച്ച് ചെയ്ത് മാത്രം നമ്മുടെ ഫോൺ ഓണും ഓഫും ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയാണ് ആ ഓപ്ഷനുകൾ നമ്മൾ ആക്ടിവേറ്റ് ആക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ആക്ടിവേറ്റ് ആക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് പവർ ബട്ടൺ പ്രസ് ചെയ്യേണ്ട യാതൊരു സാഹചര്യമില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ എല്ലാവരുടെയും ഫോണുകൾ പല കമ്പനികളുടേതായിരിക്കും. അതിനാൽ തന്നെ പല ഓപ്ഷനുകളും വ്യത്യാസമായിട്ടായിരിക്കും സെറ്റിങ്സിൽ കിടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ കമ്പനിയുടെ ആ സെറ്റിങ്സിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകൾ അനുസരിച്ച് ഏതൊക്കെ ഓപ്ഷനിലാണ് ഇങ്ങനെയുള്ള സൗകര്യങ്ങളുള്ളത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ഓപ്ഷനുകൾ സെലക്ട് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ആദ്യമേ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യേണ്ടതാണ്. ഞാനിവിടെ എൻ്റെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ എൻ്റെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾക്കിവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ എന്നുള്ള സെറ്റിങ്സിലെ ഓപ്ഷൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സ്ക്രീനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഡബിൾ ടാപ്പ് ടു ലോക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. ആ ഓപ്ഷൻ ഓണാക്കിയിടുക. ഈ ഒരു ഓപ്ഷൻ ഓണാക്കിയിടുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ 2 പ്രാവശ്യം ടച്ച് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ഫോണ് ഓട്ടോമാറ്റിക്കായിട്ട് ഡബിൾ ടാപ്പ് ടു ലോക്ക് എന്നുള്ള ഓപ്ഷൻ ഓണാക്കുന്നതോടുകൂടി നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും ചെയ്യുന്നതാണ്. വെറും ഡബിൾ ടച്ച് മാത്രം മതി. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ആകുന്നതാണ് ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ഇതാണ് ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് പുറത്ത് കിടക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അതിനുശേഷം നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് സിസ്റ്റം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ സിസ്റ്റം സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരുന്നത്. ഇവിടെ ഗെസ്റ്റർ ആൻഡ് മോഷൻസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് വരുന്ന ഗെസ്റ്റേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ സ്ക്രീൻ ഓഫ് ഗെസ്റ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ സ്ക്രീൻ ഓഫ് ഗെസ്റ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഓഫായി കിടക്കുകയാണ്. ഇത് നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് താഴോട്ട് ഓപ്ഷനുകൾ വരുന്നുണ്ട്. അപ്പോൾ ആദ്യമത്തെ ഓപ്ഷനായിട്ടുള്ള ഡബിൾ ടാപ്പ് ടു വേക്ക് ഓർ ടേൺ ഓഫ് സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്.
അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കുന്നതോടുകൂടി നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി, നമ്മുടെ ഫോൺ തന്നെ ഓൺ ആകുന്നതാണ്. നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ 2 ഓപ്ഷനുകളാണ് നമ്മളിപ്പോൾ ആക്റ്റീവാക്കി കൊടുത്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഡബിൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ഓഫ് ആകുന്നതാണ്. രണ്ടാമത്തതെന്ന് പറയുന്നത് ഡബിൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഓഫായിരിക്കുന്ന നമ്മുടെ ഫോൺ ഓൺ ആകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ 2 ഓപ്ഷൻ ആക്റ്റീവാക്കി കൊടുത്തതോടുകൂടി നമ്മുടെ ഫോണിൻ്റെ പവർ ബട്ടൺ നമുക്ക് പ്രസ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. അല്ലെങ്കിൽ നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്താണ് നമ്മൾ ഫോൺ ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നിരന്തരമായിട്ടുള്ള ഈ പവർ ബട്ടണിലുള്ള പ്രസ്സിങ് കാരണം നമ്മുടെ ഫോണിൻ്റെ പവർ ബട്ടൺ കേടാകാനും പിന്നെ അത് നമുക്ക് ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കാനും അത് നന്നാക്കി എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പൈസ ചിലവൊക്കെ ആകുന്നതാണ്. അപ്പോൾ ഈ 2 ഓപ്ഷനുകൾ ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ നമുക്ക് പവർ ബട്ടണിൽ പ്രസ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. മാത്രവുമല്ല, ഈ പവർ ബട്ടൺ കേടാകുന്നത് വഴി നമുക്ക് മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്ത് നമ്മുടെ ഈ മൊബൈലിൻ്റെ പവർ ബട്ടൺ നന്നാക്കാനൊക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്വകാര്യ വിവരങ്ങളെല്ലാം ചോരുവാനും നമ്മുടെ ഫോണിൻ്റെ സെക്യൂരിറ്റിയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 2 ഓപ്ഷൻ നമ്മുടെ ഫോണിൽ ആക്റ്റീവാക്കി ഇടുന്നത് വഴി ഇതിൽ നിന്നല്ല ഒരു മോചനമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വളരെയധികം വിലപ്പെട്ട ഒരു വീഡിയോ ആണ്. നിങ്ങൾക്കിത് വളരെയധികം ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അവർക്കും ഇത് വളരെയധികം ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓരോരോ കമ്പനികളുടെ ഫോണുകളിൽ തമ്മിലുള്ള വ്യത്യാസം കാരണം സെറ്റിങ്സിലുള്ള ഈ ഓപ്ഷനുകളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കണ്ടെന്ന് വരാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് ഞാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.